Hi guys, it's your by road narrator here. സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗസി ഓഫ് കെയിൻ സോൾ റീവർ 2 എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അതിന് മുമ്പ് ഇത് കളിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ്. ഇതിൽ സ്റ്റോറീസ് കുറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഗെയിമിന് മുമ്പായിട്ട് കുറച്ച് ഗെയിംസ് ഉണ്ട്. അതായത് ലെഗസി ഓഫ് കെയിൻ ബ്ലഡ് ഡൊമൻ, ലെഗസി ഓഫ് കെയിൻ ബ്ലഡ് ഡൊമൻ 2, പിന്നെ ലെഗസി ഓഫ് കെയിൻ സോൾ റീവർ, പിന്നെ ലെഗസി ഓഫ് കെയിൻ സോൾ റീവർ 2. സോ ഇതിന് മുമ്പായിട്ടുള്ള കുറച്ച് ഗെയിംസ് സീരീസ് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറീസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ള ഗെയിമിൻ്റെ പർപ്പസ് എന്തെന്ന് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ സ്റ്റോറി തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർട്ടാനിയസ് എന്ന് പറഞ്ഞ ഒരു ഗാർഡിയൻ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞ ആളിനെ ഒരു ഡാർക്ക് എൻറ്റിറ്റി ആയാൽ പൊസസ് ചെയ്യപ്പെടുകയും ഈ നോസ്കോത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുണ്ടാവുന്നത്. ഈ സ്റ്റോറി സംഭവിക്കുന്നത്. അതായത് അവിടുത്തെ പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ടർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. ആ വേൾഡിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് പില്ലേഴ്സ് ഓഫ് നോസ്കോത്ത് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സർക്കിൾ ഓഫ് 9 എന്ന് പറഞ്ഞ സോഴ്സസ് ഉണ്ട്. അപ്പോൾ അവരുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ് ദ പില്ലേഴ്സ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരാളാണ് ഈ ഏരിയൽ എന്ന് പറയുന്നത്. ഏരിയലിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡിയൻ ഓഫ് ബാലൻസ് ആണ്, ബാലൻസ് ഗാർഡിയൻ ആണ്. അപ്പം അതായത് ഈ മൊട്ടാനിയസ് ദ ഗാർഡിയൻ ഓഫ് ഡെത്തിൻ്റെ ഒരു ഡാർക്ക് എൻറ്റിറ്റിയിൽ പൊസസ് ചെയ്യപ്പെടുകയും ഈ മൊട്ടാനിയസ് ഏരിയലിനെ മർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മർഡർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള സർക്കിൾ ഓഫ് 9 എല്ലാവരും കറപ്റ്റഡ് ആവുകയും അവർക്ക് അവരുടെ തോന്നിയ കണക്കുള്ള രീതിയിൽ അങ്ങനെ വരികയും അവർക്കൊരു അവരുടെ സെൽഫ് എന്ന രീതിയിലുള്ള രീതിയിൽ, അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കറപ്ഷൻ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുകയും പോയിസണസ് ആയിട്ടുള്ള രീതിയിൽ കംപ്ലീറ്റഡ് വരികയും ആ ലാൻഡിനെ പോയിസണസ് ആക്കുകയും ചെയ്യുകയാണ് അവിടെ. ഈ സമയത്താണ് കെയിൻ ബോൺ ചെയ്യുന്നത്. അപ്പോൾ കെയിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കെയിൻ ഒരു അരിസ്റ്റോക്രാറ്റിക് നോസ്കോത്ത് ഫാമിലിയിൽ ബോൺ ചെയ്യുകയും ഒരു നോബിൾ മാൻ എന്ന രീതിയിൽ ആൾ വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സമയത്ത് കെയിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയനിൽ സക്സസറായിട്ട് വരികയെന്നാണ്. പക്ഷേ കെയിൻ അതിൽ നിന്ന് മാറി ഇഗ്നോറൻ്റ് ചിന്തിക്കുകയും കെയിൻ പിന്നെ മർഡർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കെയിനെ ഈ നെക്രോമാൻസസ് മൊട്ടാനിയസ് കെയിനിനെ അണ്ടർവേൾഡിൽ നിന്ന് അവൈക്കൻ ചെയ്തുകൊണ്ട് ഒരു വാമ്പയർ ആയിട്ട് ഈ ലിവിങ് വേൾഡിലോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഈ വാമ്പയർ പവർ കിട്ടിയതിന് ശേഷം കെയിൻ അവഞ്ച് ചെയ്യുകയാണ് തൻ്റെ ഡെത്തിനെ. അതായത് ഈ ബ്ലഡി റിവഞ്ച് അങ്ങ് അഴിച്ചു വിടുകയാണ് കെയിൻ അവിടെ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള തന്നെ കൊന്ന ആൾക്കാരെ എല്ലാം കെയിൻ കൊല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ഈ പോയിസണസ് ആയിട്ടുള്ള ഈ സോഴ്സസ് ഉണ്ടല്ലോ ഈ സർക്കിൾ ഓഫ് 9 അവരെയും കെയിൻ വെറുതെ വിടുന്നില്ല, അവരെയും കൊല്ലുകയാണ്. അപ്പോൾ അങ്ങനെ കെയിന് ഒരു വാമ്പയർ ആയതിന് ഭയങ്കരമായിട്ടുള്ളൊരു കുറ്റബോധം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ തനിക്ക് കിട്ടിയ പവറും അതെല്ലാം കണ്ട് കെയിൻ അതിനെ അങ്ങ് നല്ല രീതിയിൽ ഡിവോർ ചെയ്യുകയാണ്. ഇത് മതി, ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ കെയിൻ അങ്ങനെ വരികയാണ്. ആ സമയത്ത് തന്നെ കെയിൻ ഒരു സോൾ റീവർ എന്ന് പറഞ്ഞ ഏൻഷ്യൻറ്റ് സോൾ ഡിവോറിങ് ഒരു ബ്ലേഡിനെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ മോബീസ് എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ ഗാർഡിയൻ ഓഫ് ടൈമാണ്. അപ്പം അയാൾ ഉണ്ടാക്കിയ ഈ ടൈം സ്ട്രീമിംഗ് ഡിവൈസസും കെയിൻ പ്രീവിയസ് ഗെയിംസിലൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അതായത് മുമ്പിൽ അതൊക്കെ ഉപയോഗിക്കുന്ന രീതി വരുന്നുണ്ട്. അപ്പം ഈ ഗെയിമിലും നമുക്ക് അതങ്ങനത്തെ രീതിയിലുള്ള ഒരുപാട് കാണാനുള്ള സാധ്യതകളുണ്ടാകും. പിന്നെ വോറഡോറിൻ്റെ കൗൺസിലിന് എതിരായിട്ടുള്ള രീതിയിൽ കെയിൻ വരികയും ഈ ഒട്ടമർസ് ആർമി ഓഫ് ഹോപ്പുമായിട്ട് ചേർന്ന് കൊണ്ട് ആർമി ഓഫ് ദ നെമസിസ് ഫ്രം ദ നോർത്ത് എന്ന് പറയുന്ന അവരെ കെയിൻ അറ്റാക്ക് ചെയ്യുകയും അവിടെ ഒരു ബാറ്റിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ കെയിൻ ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ച് കെയിൻ ടൈം സ്ട്രീമിംഗ് ഡിവൈസിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് 50 വർഷം പിറകിലോട്ട് പോയി, അതായത് നോസ്കോത്തിൻ്റെ പാസ്റ്റിലോട്ട് പോയിട്ട് ഈ നെമസിസിനെ നേതൃത്വം വഹിക്കുന്ന കിങ് വില്യം ദ ജസ്റ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹം യങ്ങാണ്. അയാളെ കെയിൻ അസാസിനേറ്റ് ചെയ്യുകയാണ് അവിടെ വെച്ച്. അതായത് ഈ 50 വർഷം മുമ്പിൽ വെച്ച് തിരിച്ച് അവിടെ നിന്ന് ടൈം സ്ട്രീമിംഗ് ഡിവൈസ് കണ്ടുപിടിച്ചുകൊണ്ട് അതുവഴി മോബീസിനെ ആ സമയത്ത് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതുവഴി തിരിച്ച് ഈ നോസ്കോത്തിൻ്റെ പ്രസൻറ്റിലോട്ട് കെയിൻ തിരിച്ച് വരുന്നതാണ് പിന്നെ കാണുന്നത്. പക്ഷേ അവിടെ വരുമ്പോൾ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സാണ് അവിടെ ഉണ്ടാകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാം തകിടം മറിഞ്ഞ രീതിയിലാണ് കെയിൻ അവിടെ കാണുന്നത്. അപ്പോൾ 50 years മുമ്പിലോട്ട് പോയി ആ വില്യം ദ ജസ്റ്റിനെ കെയിൻ അതായത് മർഡർ ചെയ്ത് തിരിച്ച് പ്രസൻറ്റിലോട്ട് വരുമ്പോൾ ഒരു ചെയിൻ ഓഫ് ഈവൻറ്റ്സ് ഉണ്ടാവുകയാണ്. അതായത് അവിടെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാമ്പയറിൻ്റെ അസാസിനേഷൻ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കെയിൻ അവിടെ ഉണ്ടാക്കിയത് ആ സമയം മുതലേ ഇരട്ടിയെന്ന രീതിയിൽ വരികയാണ്. വോറഡോർ എന്ന് പറയുന്ന ഒരു വാമ്പയറും കൂടെ അതായത് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം കെയിനാണ് ഏറ്റവും അവസാനത്തെ വാമ്പയർ കണ്ണി എന്ന രീതിയിൽ മാറുകയാണ്. കാരണം കെയിനും കൂടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വാമ്പയറും ഇല്ല എന്ന രീതിയിലാവുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു കെയിൻ്റെ ഈ
ട്രാവലിംഗ് കൊണ്ടായിരിക്കാം അവർക്ക് കെയിനെ കിട്ടാതെ പോയത്. അപ്പോൾ നോസ്കോത്തിലുള്ള ഒരേ ഒരു വാമ്പയർ, അതായത് ഏറ്റവും അവസാനത്തെ വാമ്പയർ കെയിൻ എന്ന രീതിയിലാകുകയാണ്. അങ്ങനെ കെയിൻ മോബിയസിനെ കൺഫ്രോണ്ട് ചെയ്ത്, അതായത് ഗാർഡിയൻ ഓഫ് ടൈമിനെ കൺഫ്രോണ്ട് ചെയ്തുകൊണ്ട് അവനെ കൊല്ലുന്നു, മോബിയസിനെ കൊല്ലുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തെ ഗാർഡിയൻ എന്ന രീതിയിൽ അത് മോട്ടാണിയസിനെ, അതായത് കെയിനെ റിസ്ട്രക്റ്റ് ചെയ്ത മോട്ടാണിയസിനെ കൺഫ്രോണ്ട് ചെയ്യുകയും കെയിൻ കൺഫ്രോണ്ട് ചെയ്യുകയും അവിടെ വെച്ച് ആ ഡാർക്ക് എൻറ്റിറ്റി, അതായത് മോട്ടാണിയസിനെ പൊതിഞ്ഞ ആ ഡാർക്ക് എൻറ്റിറ്റി വെളിയിൽ വരികയും അതായത് അവിടെ വെച്ചുകൊണ്ട് ഡാർക്ക് എൻറ്റിറ്റിയെ കെയിൻ ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടാണിയസ് മരിച്ചതിന് ശേഷം പില്ലേഴ്സിൻ്റെ ബാലൻസ് റീസ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ കെയിനൊരു പോസിബിലിറ്റി വരികയാണ്. കെയിന് ഒന്നെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന വേൾഡ് അതേ കണക്ക് റൂൾ ചെയ്ത് അതിൻ്റെ ഡാമിനേഷനിലോട്ട് പോവുക, അതായത് അതിൻ്റെ ഡിസ്ട്രക്ഷനിലോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ കെയിൻ സ്വയം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ആ വേൾഡ് ഹീൽ ചെയ്യാം. പക്ഷേ കെയിൻ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് കെയിൻ അവിടെ ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ നോസ്കോത്ത് റൂൾ ചെയ്യാനുള്ളത് ചൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡാമിനേഷനിലായിട്ട് നയിക്കുക എന്ന രീതിയിലാണ് കെയിൻ അവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ വേൾഡിനെ ഹീൽ ചെയ്യുക, തന്നെ സാക്രിഫൈസ് ചെയ്യുക എന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്താണ് കെയിൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാസിയൽ എന്ന് പറയുന്ന ഒരാളുടെ കാര്യമുണ്ട്. ഈ വാമ്പേഴ്സിൻ്റെ നോസ്കോത്തിൻ്റെ ഈ വാമ്പേഴ്സിൻ്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ആവണ സമയത്ത് അതിനെ ഹണ്ട് ചെയ്യുക, അതായത് ഞാൻ പറഞ്ഞ കെയിൻ 15 years പിറകിലോട്ട് പോയി വില്യമിനെ കൊല്ലുന്ന സമയത്ത് ഇവിടെ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് അപ്പം മറിയും. അപ്പോൾ അങ്ങനെ വാമ്പേഴ്സിൻ്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ആകുമ്പോൾ ഇവരെ ഹണ്ട് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്യുന്ന ഒന്നാണ് ഈ സറഫൻ. ഈ സറഫൻ വാരിയർ പ്രീസ്റ്റ് ആയിട്ട് റാസിൽ എന്നൊരാൾ ബോൺ ചെയ്യുകയാണ്, ഹ്യൂമനാണ്. അപ്പം ഈ വാമ്പയർ വോറോഡറിനെ സ്ലോട്ടർ ചെയ്യാൻ വേണ്ടി ഈ സറഫൻ ക്രുസൈഡ് എന്ന രീതിയിൽ വരികയാണ്. പക്ഷേ റാസിയൽ ആ കോമ്പാറ്റിൽ മരണപ്പെടുകയാണ്. അങ്ങനെ സറഫൻ്റെ മാർട്ടറായിട്ട് റാസിയൽ മാറപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ. അങ്ങനെ സറഫൻ ക്രൂസൈഡ്സ് അങ്ങനെ എൻഡ് ആവുകയാണ് അവിടെ. അങ്ങനെ കെയിൻ തിരിച്ച് നമ്മൾ അവിടെ റാസിയിൽ നിന്ന് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കെയിൻ ഇവിടെ അതായത് റൂൾ ചെയ്യുകയും ആ നോസ്കോത്തിൻ്റെ ഡാമിനേഷൻ എന്ന രീതിയിൽ റൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കെയിനിന് ലെഫ്റ്റനൻറ്റിൻ്റെ ആവശ്യമായിട്ട് വരികയും കെയിൻ സറഫൻ മാർട്ടേഴ്സിൽ നിന്ന് തൻ്റെ ലെഫ്റ്റനൻസിനെ എടുക്കുകയും ചെയ്യുന്നു. അപ്പം ഒരു സൺസ് എന്ന രീതിയിലാണ് പറയുന്നത്, മൈ സൺസ് എന്ന രീതിയിലാണ് അവിടെ കെയിൻ പറയുന്നത് 6 പേരെ. പക്ഷേ റാസിയിൽ റീബോൺ ചെയ്യുമ്പോൾ റാസിയ നല്ല പവർഫുള്ളായിട്ടാണ് റീബോൺ ചെയ്യുന്നത്. അതായത് നല്ല വിങ്സൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കരമായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ വന്ന രീതിയിലുള്ള ഒരു വാമ്പയർ ആയിട്ടാണ് റാസിയിൽ ഫോം ചെയ്യുമ്പോൾ. ഇത് ആരാണ് നമ്മുടെ കെയിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ജലസി ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ തന്നേക്കാൾ പവർഫുൾ എന്ന രീതിയിൽ വരുന്നതായിട്ട് കണ്ടപ്പോൾ കെയിന് ഭയങ്കരമായിട്ടുള്ളൊരു ജലസി വന്നു അവിടെ. അപ്പോൾ ഇവിടെ കെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജലസി കൊണ്ട് ഈ റാസിനെ ലേക്ക് ഓഫ് ദ ഡെഡിലോട്ട് അതായത് ഇവൻ്റെ ചിറക് ഒടിച്ചുകൊണ്ട് ലേക്ക് ഓഫ് ദ ഡെഡിലോട്ട് തള്ളിയിടുകയും ആബിസിലോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ വെച്ചുകൊണ്ട് റാസിയിൽ ഒരു മിസ്റ്റീരിയസ് എൽഡർ ഗോഡിൻ്റെ സഹായത്തോടെ റാസിയിൽ ഒരു റീവർ ഓഫ് സോൾസ്, ഡിവോർ ഓഫ് സോൾസ് എന്ന രീതിയിൽ തിരിച്ചിങ്ങ് വരികയാണ്. അതായത് റാസിയലിന് ഒരേ സമയം ഹ്യൂമൻ വേൾഡിലും അതേ കണക്കിന് ഡെത്ത് വേൾഡിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് മാറുകയാണ്. വാമ്പയറായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ തൻ്റെ ജേണിയിൽ വെച്ചുകൊണ്ട് സോൾ റീവർ എന്ന് പറയുന്ന ഒരു ഏൻഷ്യൻ്റ് സോൾ ഡിവോറിങ് ബ്ലേഡ് കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഈ മോബിയസ് ഉണ്ടാക്കിയ ടൈം സ്ട്രീമിംഗ് ഡിവൈസും കെയിൻ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ഗെയിമിലുണ്ടാണ്. അപ്പോൾ ഇതൊക്കെ വലിയൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചുരുക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ വെപ്പൺ നമ്മുടെ കെയിൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ റാസിയൽ കെയിനെ കൺഫ്രോണ്ട് ചെയ്യുന്ന സമയത്ത് കെയിൻ റാസിയലിനെ ഈ സോൾ റീവർ കൊണ്ട് അറ്റാക്ക് ചെയ്യുകയാണ്. റാസിയൽ കെയിനെ കൺഫ്രോണ്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കെയിൻ ഈ സോൾ റീവർ തൻ്റെ കയ്യിരിക്കുന്ന സോൾ റീവർ കൊണ്ട് റാസിയലിനെ അറ്റാക്ക് ചെയ്യുകയും കെയിൻ്റെ ബ്ലേഡ് തൊട്ടടുത്ത നിമിഷം തന്നെ ഡിസ്ട്രോയ് ചെയ്യുക, അതായത് നശിക്കപ്പെടുകയും ചെയ്യുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ആ ബ്ലേഡ് റാസിയലുമായിട്ട് ചേർന്ന് ഒരു റൈറ്റ് ബ്ലേഡ് എന്ന രീതിയിൽ മാറുകയാണ്. അതായത് ആ സോൾ റീവർ റാസിയലുമായിട്ട് ചേർന്ന് റാസിയലിൻ്റെ ഒരു പാർട്ടാവുകയും അങ്ങനെ റാസിയലിൻ്റെ ഒരു സിംബോളിക് വെപ്പൺ എന്ന രീതിയിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇൻഡിസ്ട്രക്റ്റബിൾ എന്ന രീതിയിൽ വരികയാണ്. അതൊരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല, കാരണം റാസിയലിൻ്റെ പാർട്ട് എന്ന രീതിയിൽ ആ വെപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കെയിനെ ഭയങ്കരമായിട്ട് ചൊടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ബ്ലേഡ് റാസിയലിനുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ കെയിൻ അവിടെ നിന്ന് മാറിക്കൊണ്ട് ഈ മോബിയസിൻ്റെ ഏൻഷ്യൻ്റ്
ഈ എന്താണ് ഈ ടൈം സ്ട്രീം ഡിവൈസ്, അതായത് ആ ടൈം സ്ട്രീം ചേംബറിലോട്ട് അങ്ങ് ചെല്ലുകയും അവിടെ വെച്ചുകൊണ്ട് തിരിച്ച് പാസ്റ്റിലോട്ട്, നോസ്കോത്തിൻ്റെ പാസ്റ്റിലോട്ട് പോകാനായിട്ട് കെയിൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കെയിൻ അതിലോട്ട് ചാടി പാസ്റ്റിലോട്ട് പോവുകയാണ്. റാസിയയിൽ കെയിനെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അതുവരെയാണ് നമ്മൾ സോൾ റീവർ, ലെഗസി ഓഫ് കെയിൻ സോൾ റീവർ എന്നത് നിൽക്കുന്നത്. അപ്പോൾ സോൾ റീവർ 2 തുടങ്ങുന്നത് അത് മുതലാണ്. സോൾ റീവർ 2 പിന്നെ തുടങ്ങുന്നത് ഒരു സീരീസ് ഈവൻസ് ആണ് ഇതുകൊണ്ടാവുന്നത്. സോ പിന്നെ അങ്ങോട്ട് കഥ അങ്ങനെയാണ് പോകുന്നത്. സോ റാസിയൽ കെയിനെ പിന്തുടർന്ന് വരുന്നു. ഇനിയാണ് കഥ തുടങ്ങുന്നത് സോൾ റീവറിൻ്റെ. സോ നമുക്കിനി കളിക്കാം. സോ ഗൈസ്, ഇതാണ് ദ ലെഗസി ഓഫ് കെയിൻ സോൾ റിവർ 2. എന്തായാലും നേരത്തെ നമ്മൾ സ്റ്റോറീസ് കുറച്ച് പറഞ്ഞായിരുന്നു. സോ എന്തായാലും നമ്മൾ ഇനി വീണ്ടും ഗെയിം തുടങ്ങാൻ പോവുകയാണ്. സോ തുടങ്ങാം. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. സോ ഇതാണ് അതിൻ്റെ ഒരു പ്രൊലോഗായിട്ടുണ്ട് ഇത് കാണിക്കുന്നത്. റാസിയലാണത്. സോ അതാണ് കെയിൻ. പ്രീവിയസ് ഗെയിമിന്റെ തുടക്കം എന്ന രീതിയിലാണ് തുടങ്ങുന്നത്. പ്രീവിയസ് ഗെയിം കഴിഞ്ഞ ശേഷമുള്ള അപ്പാടെ സ്റ്റോറീസ് പറയുകയാണ്. When I first stole into this chamber centuries ago, I did not fathom the true power of knowledge. To know the future, Raziel. To see its paths and streams tracing out into the infinite. As a man, I could never contain such forbidden truths. But each of us is so much more than we once were. Do you not feel with all your soul how we have become like gods? As such, are we not indivisible? As long as a single one of us stands, we are legion. Our futures are predestined. Mobius foretold mine eons ago. We each play out the parts fate has written for us. നമ്മുടെ മോബീസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. സോ ഇവിടെ കെയിൻ ടൈം സ്ട്രീം ഡിവൈസ് സെറ്റപ്പ് ചെയ്യാണ്. How could you profane a priest by turning him into a vampire? How could I not? സെറഫൻ പ്രീസ്റ്റായ തന്നെ എങ്ങനെ വാമ്പയർ ആക്കിയതെന്നാണ് ചോദിച്ചേക്കുന്നത്. കെയിൻ പറഞ്ഞു എനിമീസിനെ കൂടുതൽ ക്ലോസറായിട്ട് ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് റാസിയലിനെ ഡിസ്ട്രക്ട് ചെയ്തെന്ന് പറഞ്ഞത്. Defending Nosgoth from the corruption that we represent. My eyes are opened, Kain. I find no nobility in the unlife you rudely forced on my unwilling corpse. You may have uncovered your past, but you know nothing of it. You think the Sarafan were noble, altruistic? Oh, don't be simple. Their agenda was the same as 2001 ഇറങ്ങിയ ഗെയിമാണ്. സോ ഇപ്പോൾ എത്ര വർഷം ചോദിക്കാന്നേ ഉള്ളൂ. 20 വർഷമായി ഗെയിം ഇറങ്ങിയിട്ട്. You nearly had me, Raziel. So, Kain's telekinesis power ആണ്. Teleportation power. Fate promises more twists before this drama unfolds completely. Okay, Kain അങ്ങനെ ടൈം ട്രാവൽ ചെയ്തിരിക്കുകയാണ്. റാസിയലുമായിട്ട് പിറകെ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. എവിടെ എത്തുമെന്നറിയില്ല. ഇതാണ് സോൾ റീവർ റാസിയലിൻ്റെ. ആ ബാറ്റിൽ കൂടെ റാസിയലിന് കിട്ടിയ ഒരു പവർ എന്ന് വേണമെങ്കിൽ പറയാം. സോ റാസിയ ടൈം ട്രാവൽ ചെയ്തെത്തിക്കുകയാണ്. And Messiah. Welcome. This is Mobius. Then Mobius. Welcome to your destiny.
where am I? Is the usual question. In your case, when might be more apt. Very well, you old snake. If you'd prefer I use my bare hands... This is completely unexpected. This orb disables our vampire enemies, leaving them helpless and incapacitated. Strangely, it seems to have the same effect on that peculiar weapon of yours. But you must believe me. I mean you no harm. You can drop the benevolent facade, Mobius. I know who and what you are. I should kill you where you stand. Perhaps you should, my boy. But you don't. Are you so certain of that, Mobius? My role as Time Guardian affords me a certain level of omniscience, Raziel. No, you don't kill me. That honor belongs to your maker, Kain, some 30 years from now. You two are a pair. You're just as fatalistic as he is. Death comes Okay, for us that is all. കഴിയുമ്പോൾ കെയ്ൻ Raziel. മോബിയസിനെ കൊല്ലുമെന്നാണ് പറയുന്നത്. It's just a matter of time. Okay. How is it that മോബിയസ് you already know my കണ്ടു name? അയാളുടെ മരണം. We have never met. On the contrary, Raziel, I know you very well. And it grieves me to see how cruelly Kain has used you. I knew you when you were one of the Sarafan Brotherhood, Raziel. We were even close. Oh, please. Fortunately, you need not love me now to be my ally. Are we within the stronghold of the Sarafan priesthood? Yes, but the glorious days of the Sarafan have long since passed, I'm afraid. This is a more cynical and indecorous age. My mercenary army now inhabits this stronghold. We strive to honor the memory of the Sarafan with our own humble crusade. Is this the vampire Vorador? Yes, the scourge of the Circle, the most depraved and decadent example of his whole degenerate race. He slaughtered 6 of my fellow Guardians as they cowered defenseless in this room. And you somehow survived this massacre? I and 2 others. The Circle was devastated. Only we 3 were spared. How convenient. You'll forgive me if I don't naively devour every scrap of information you toss me. You have a reputation for deceit. And who has slandered me so? Your malefactor, Kain? The one who betrayed and destroyed you? Our common enemy? Consider the source before you judge me too harshly. We'll forget about rekindling our old friendship then. But consider an alliance based on our common ground. We both want Kain dead. I can help you do it. You don't want to meddle in this, old man. I know all about your sordid little schemes, but you're simply out of your depth on this one. You underestimate me, Raziel. Let me show you. Even now, Kain is lying in wait for you, unaware that I've snatched you out of the time stream and brought you here to me. See how he lingers at the very pillars he is destined to destroy, foolishly confident that he has eluded your grasp. The pillars are still standing in this time. Yes, Raziel. They are the embodiment of the divine force which preserves the life of our world. We who serve the pillars maintain their delicate balance, and Kain is destined to be the fulcrum upon which that balance turns. I believe you have already endured the wasteland wrought by his terrible selfish decision. Kain's very existence is a cancer upon this world. As long as he lives, all of Nosgoth is in peril. You may never again be human, Raziel. But you can re-embrace the essence of your humanity and the nobility of your Sarafan heritage. Go to him, Raziel, and end this. But first, you will need to find your way out of the stronghold, and in this, I'm afraid I cannot help you.
My soldiers will not understand your appearance here. They will try to kill you. You needn't fear them, of course. They're no match for you. Try to keep the casualties to a minimum. But do what you have to do. All great movements require a few martyrs. Alone now, I surveyed my surroundings and noticed a second time-streaming chamber. Its entrance identical to the first, but with one distinction. That crystal was significant, but how? I had not yet discovered. സോ ഒരു സെക്കൻഡ് ടൈം സ്ട്രീം ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട് റാസിയൽ. സോ നമ്മൾ ഗെയിം തുടങ്ങുകയാണ്. സോ റാസിയലോട് പറയണത് കെയിനെ ഇനി മീറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. സോ കൺട്രോളൊക്കെ മാറ്റമാണ്. ഞാൻ WSD ആണ് ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അയ്യോ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. കൺട്രോൾ ഓപ്ഷൻ, മൗസ്, കീബോർഡ് ഓക്കെ, കോൺഫിഗറിങ് കീബോർഡ്. ഫോർവേഡ്, ലെഫ്റ്റ്, ഷിഫ്റ്റ്. ഓക്കെ, ഇതെല്ലാം തോന്നുന്നു എനിക്ക്. W, ബാക്ക് S, ഓക്കെ, ബ്ലോക്ക്, ലെഫ്റ്റ് A, റൈറ്റ് D, ബ്ലോക്ക്, റൈറ്റ് മൗസ് ബട്ടൺ ഇല്ലല്ലേ. ഓക്കെ, സോ ബ്ലോക്ക് നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റ് കൊടുക്കാം. എയിം ലെഫ്റ്റ് ഓൾട്ട് കൊടുക്കാം. ഡിവോൾഡ് സോൾസ് സാധാരണ D ആണ് പറയണത്. പിന്നെ F യൂസ് ചെയ്യാം, അത് വേറെ വഴിയില്ല. അറ്റാക്ക്, ഹെവി അറ്റാക്ക് C, ആക്ഷൻ X, ജമ്പ് സ്പേസ് ബാർ. ഓക്കെ, എയിം. ഓക്കെ, ഗോ ബാക്ക്. കോൺഫിഗർ മൗസ്, ആക്ഷൻ 0, ഹെവി അറ്റാക്ക്, ബ്ലോക്ക് ബട്ടൺ 3. ഓക്കെ, ക്രൗച്ച് 7, ഔട്ട് ഓഫ് ഫേസ്. ഓക്കെ, സബ്ടൈറ്റിൽസ് ഇല്ലല്ലേ. റെസ്യൂം, റൈറ്റ് ക്ലിക്ക് അറ്റാക്ക്. അപ്പം ഇത് ജമ്പ. അപ്പം ലെഫ്റ്റ് ഷിഫ്റ്റ് ബ്ലോക്ക്. ഓക്കെ, അതൊക്കെ X, C, F. അടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്തോ തുറക്കുന്നല്ലോ ആശേ. അത് നോക്കട്ടെ. വാ, അങ്ങനെ താടിയില്ലൊന്നുമില്ലേ? പൊളി. ഓക്കെ, കറക്റ്റ് ഒരു ആംബേരിങ്. പിന്നെ സ്പേസ്, ചിറക്. ഓക്കെ, പിന്നെ ഇതാണ് ആൾട്ട്. ഇതിൽ ഓട്ടോ ഫേസ് എന്നൊന്ന് സംഭവം ഉണ്ട്. എന്താണ് സംഭവം എന്ന് നോക്കട്ടെ. സോറി, മാറിപ്പോട്ടെ. കൺട്രോൾ ഓപ്ഷൻ, കീബോർഡ്, ബ്ലോക്ക്, ഓട്ടോ ഫേസ്, ലെഫ്റ്റ് കൺട്രോൾ. ഓക്കെ, ലെഫ്റ്റ് കൺട്രോൾ ഒന്നുമില്ലേ? എനിക്ക് സ്റ്റക്കായ ഷീറ്റ് എന്തോ പറ്റി. കൺട്രോൾ ഓപ്ഷൻ, കീബോർഡ് മാറ്റി മൗസ് പ്ലസ് കീബോർഡ് ആക്കി. ഓക്കെ, ഓക്കെ. ഓക്കെ, സ്പേസ്. സോ വാമ്പയറിങ്. ഈ വാമ്പയർ ഈ രണ്ടുപേരെ കൊന്നു എന്നാണ് കാണിക്കുന്നത്. യെസ്, ഈ വാമ്പയർ ഇത് അയാളെ കൊന്നു. അങ്ങനെ ഈ വാമ്പയർ ഇതെല്ലാം ഒരു വാമ്പയർ അല്ലേ? യെസ് ആണെന്ന് തോന്നുന്നു. വാമ്പയർ വോറഡോർ ആണെന്ന് തോന്നുന്നത്. ഇതാണ് വാമ്പയർ വോറഡോർ. അപ്പം സോ ഇതാണ് ആ സറഫാൻ പ്രീസ്റ്റുകൾ. അപ്പോൾ ഒരന്ന് ടോട്ടൽ 6 പ്രീസ്റ്റ് ഉണ്ടെന്നാണ്. 1, 2, 3, 4, 5, 6. ഓക്കെ, കറക്റ്റ് ആണ് 6 പ്രീസ്റ്റ്. അപ്പോൾ ഇതിൽ ഏതാണ് റാസിയൽ എന്നറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു ഇതാണ് റാസിയൽ എന്നാണ് തോന്നുന്നത്. യെസ്, ദിസ് ഈസ് റാസിയൽ. റാസിയലാണ് പിന്നെ എടുത്ത് റെസറക്റ്റ് ചെയ്ത് ഗെയിം കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. സോ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല ആക്ച്വലി. ഓക്കെ,
വലിയ ക്ലോയാണ്. സോ അങ്ങോട്ടേക്കാണ് ഇനി പോവേണ്ടത്. പക്ഷെ അവിടെ തുറക്കില്ല. സോ നമുക്കിനി തുറക്കാൻ പറ്റുന്ന ഏക വഴി എന്ന് പറയണത് ഇത് മാത്രമാണ്. ആക്ഷൻ ടു ഓപ്പൺ. ഓക്കെ, മൗസ് ബട്ടൺ ഓപ്പൺ ചെയ്തു. യെസ്, ഇവിടെ എന്തൊക്കെ സാധനം കളിക്കുന്നു. ആക്ഷൻ ടു പിക്കപ്പ്. ഓക്കെ, സാധനം എടുത്ത്. ആരോ നമ്മളെ സോള് പോയി. അപ്പോൾ ഇത് അങ്ങനെ ശക്തി കൂടും നമ്മുടെ. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടു. വാളെടുത്തു. അടച്ചു. നമ്മളെ വെടിവെച്ച് ശരി. തല വെട്ടിക്കളഞ്ഞു. ഇത് 2001 ഗെയിമാണ്. അതിൽ വരെ ഇത്രയ്ക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മുടെ അടുത്ത ഡോർ തുറന്നു. തല കൊയ്യൽ അവൻ്റെ വികാസത്തിൻ്റെ വീക്ക്നെസ്സാണ്. സോ അവിടെ പോവില്ല, അവിടെ അടച്ചേക്കുന്നു. കുറേ നേരം കൊണ്ട് ഈ എലി എന്നെയും കൊണ്ട് കൊണ്ടുവന്ന എലി പിടിച്ചു. അല്ലേ വേണ്ട. ഇവിടെ ആരാ ഇരിപ്പുണ്ട്? ആഹാ, ഒരു പെണ്ണും പുള്ളുണ്ടല്ലോ. ഷിഫ്റ്റ് അടിച്ചോ. എൻ്റെ ശക്തി കുറഞ്ഞു. യു ബ്ലേഡി പെണ്ണുള്ള അടിച്ച് കൊല്ലേ. കൊല്ലേ. എനിക്ക് പുല്ലാണ്. സോള് ഡിവോർ ചെയ്യുമ്പോൾ നമ്മളെ ലൈഫ് ശക്തി കൂടുന്നുണ്ട്. എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടില്ല. വാള് കൂടുതൽ. നമുക്ക് ഇതെടുത്ത് നോക്കാം. അയ്യോ, ഇതെടുക്കൂലേ. റൈറ്റ് ക്ലിക്ക് വെട്ട്. എക്സ് അടിച്ചു കഴിഞ്ഞാൽ സി ആണ്. ഓക്കെ, ആൾട്ട് ത്രോ ചെയ്യുമല്ലേ. കൊള്ളാമല്ല. നമുക്ക് ആൾട്ട് കഴിഞ്ഞതിൻ്റെ മുകളിലൊക്കെ നല്ല ഡെക്കറേഷനൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. ഓക്കെ, അങ്ങനെ ഈ കോട്ടയിൽ നിന്ന് റാസിയലിന് വെളിയിൽ ചാടണം. Throughout the stronghold, I discovered evidence of my former nobility and my life as a Sarafan priest. This was the heritage so foully stolen from me when Kain raided my sacred crypt and defiled me. റാസിൽ തിരിച്ചറിഞ്ഞവൻ ആരാണെന്നുള്ളത്. തുറന്നു. നമുക്ക് നമ്മുടെ ശക്തി കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു സാധനം എടുത്തോണ്ട്. സോ ഇതടഞ്ഞ് തുറക്കൂല. സോ ഇതാണ് തുറന്നത്. Must be in spectral. Okay, enter. So this is spectral. എന്താണ് മാപ്പ്? ഇത് മാപ്പ് സറഫാൻ സ്ട്രോങ് ഹോൾഡിൽ ഇപ്പം നിൽക്കുന്നു.
ആ സ്ക്വയറാണ് കാണിച്ചിരുന്ന സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, മൗസൊന്നും വർക്ക് ചെയ്യില്ല. അങ്ങനെ കൊള്ളാല്ല. സെറാഫൻ സ്ട്രോങ് ഹോൾഡ് ഇത് ദ പില്ലേഴ്സ്. സോറി, ഇവിടെ നമ്മൾ നിൽക്കുകയാണ്. സ്ക്വയറിൽ നമ്മൾ നിൽക്കുകയും ആ പോയിന്റിലാണ് നമുക്ക് പോവേണ്ടത്. ആക്ച്വലി ടൈം സ്ട്രീമിംഗ് ഡിവൈസ്. സോ ഡിസ്കവർ ചെയ്ത സ്ഥലങ്ങൾ നമുക്ക് കാണിക്കും. ഓക്കെ, ഡിസ്കവർ ചെയ്ത് ഇനി പോവേണ്ടതും. ഓക്കെ, സോ എൻ്റെ മാപ്പാണ്. അപ്പോൾ ഇതെന്താണ് ആക്ച്വലി? ഹോളി ഷിറ്റ്, വാവ്, ആഹാ കൊള്ളാല. ഇതെന്താ പ്രേതങ്ങളാണ്? സോ എഫ് അടിക്കുമ്പോൾ ഡിവോർ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് നമ്മുടെ ശക്തികൾ കംപ്ലീറ്റ് കൂടും അങ്ങനെ. സോ ഈ സ്പോട്ടിൽ പ്രസ് റിംഗ് മെനു ബട്ടൺ. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല അതിനുള്ളത്. സോ ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ആക്ടിവേറ്റ് ആവില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് ആക്ടിവേറ്റ് ആവണമെങ്കിൽ ഈ റിങ്ങിൽ വന്നിട്ട് വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ തിരിച്ചിങ്ങനെ തരും. സോ സ്പിരിച്വൽ വെള്ളിൽ പോകണമെന്നാണ്. അപ്പോൾ സ്പിരിച്വൽ വെള്ളിൽ നമുക്ക് തിരിച്ച് വീണ്ടും പോവാം. അപ്പോൾ ഇവിടുത്തെ രീതികളൊക്കെ മാറും. അതായത് ഇവിടെ രാശിനെ കൊല്ലാൻ പറ്റില്ല. സോ നേരത്തെ നമ്മൾ പോയപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റിയില്ലായിരുന്നു. ഇനി പോകാൻ പറ്റുമെന്ന് നോക്കാം. ഫേസ് പ്രസ് ഫോർവേഡ് ടു ഫേസ് ത്രൂ. ഓക്കെ, ആഹാ അത് കൊള്ളാല്ലേ. ഒന്നും കൂടെ ഇതൊക്കെ ഇട്ട് കൊള്ളാം, അടിപൊളി. റാസിയൽ എൻ്റർ ചെയ്യണ്. എന്നിട്ട് ഈ സ്പെക്ട്രത്തിൽ വന്ന് ആർക്കിടെക്റ്റൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, Away from the influence of Mobius's cursed staff, I could feel the strength of the Soul Reaver slowly returning. If that orb was as debilitating to vampires as it was to the blade, it gave Mobius a powerful advantage over his enemies. I finally understood how Mobius's crusade could decimate the vampires so successfully. If he could immobilize his enemies, they were at his mercy. But why, I wondered, would the staff have any effect on the Reaver? സോ മോബിയസിൻ്റെ സ്റ്റാഫിൻ്റെ പവറാണ് ഈ റീവർ ആക്റ്റീവ് ആയില്ല. സോ ഓക്കെ, അതവിടെ പോയി. റീവർ അവിടെ പോയി. അയ്യോ, ആക്ടിവേറ്റ്. ഓക്കെ, ഞാൻ സോൾഡർ അതൊക്കെ നോയിക്കൊണ്ടിരിക്കണേ. ഓക്കെ, ഇനി സോൾഡർ ആക്ടിവേറ്റ്. ഒന്ന് സ്പെക്ട്രത്തിലോട്ടൊന്ന് പോയിട്ട് നോക്കട്ടെ. സ്പെക്ട്രത്തിലോട്ടൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് പവറൊന്ന് കൂട്ടിട്ടുണ്ട്. ഓക്കെ, പവർ ഫുള്ളായി. നേരത്തെ പോയ ആത്മാവൊക്കെ വന്നു. ഓക്കെ ഓക്കെ, എനിക്ക് എൻ്റെ സോൾ റീവർ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു സോൾ റീവർ ആക്ടിവേറ്റ് ആയി. ഓക്കെ, ഗുഡ്, ആൾറെഡി ആക്ടിവേറ്റ് ആണ്. സോ നമുക്ക് അടിപൊളി. കൊള്ളാല്ലേ. ഓക്കെ, അത് മരിച്ചു. സോ ഇനി ഞാൻ അടിച്ചു നോക്കാം. അവിടെ ചെന്ന് ഞാൻ പറന്ന് വരികയാണ്. വാ 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 വാ, അടി അടി. അയ്യോ, എൻ്റെ സോൾ റീവർ അവിടെ പോയി. എനിക്കെൻ്റെ സോൾ റീവർ വേണം.
സോൾ റീവർ വരാൻ വേണ്ടി വേറെ വല്ല കൺട്രോൾ അങ്ങനെ നോക്കട്ടെ. ഓക്കെ, ആക്ഷൻ എക്സ്, ഹെവി അറ്റാക്ക് സി, ഡിവോർ സോൾ എഫ്, ജമ്പ്, എയിം, ഓട്ടോ ഫേസ്, ക്രഞ്ച്, ബ്ലോക്ക്, റിംഗ് മെനു ഇല്ല. അപ്പം എന്തുകൊണ്ടാണ് വരാത്തതെന്ന് എനിക്കറിയാൻ വയ്യത്. സാധാരണ വാ കൊന്നു. നിന്റെ സോൾ ഇനി എനിക്ക് സ്വന്തം. ആഹാ, ഒരുത്ത അവിടെ ഇരിക്കണം. യു ബ്ലഡി ഗ്രാമവാസി. വാ, ഇവർ ചാവട്ട് കൊടുത്ത്. വാ വാ, കുമ്പു മാസ്റ്റർ. ഓ, കിട്ടണ്ട കിട്ടി പാടങ്ങി. യെസ്, ഇവിടെ തുറന്നില്ല. സോ നമുക്ക് ഈ ഗേറ്റിലായിരിക്കും തുറക്കുന്നത്. As I neared the stronghold's inner sanctum, a strange sensation crept over me. An indescribable feeling of displacement, a sense of vertigo, as reality itself appeared to warp and bend around me. The disturbance seemed to emanate from the sanctuary's furthest chapel. As I cautiously approached, the sense of dislocation intensified with each step. So this was the tomb of the beloved King William the Just. Okay, William the Justum Kainum തമ്മിലുള്ള യുദ്ധമാണ് കാണുന്നത്. Mobius's crusade. I was reminded of Kain's journey as a fledgling vampire. How Mobius coerced him to travel back in history and assassinate William, thus igniting a genocidal hatred of vampires among the citizens of Nosgoth. And here I discovered the source of the displacement. The Soul Reaver itself. Soul Reaver again. A holy relic. And broken. Broken Soul Reaver. Between William and Kain. I had not thought such a thing was possible. Until, of course, Kain shattered the blade against me when he tried to strike me down. Thus, the captive spirit inhabiting the Reaver was released, and binding itself to me became my symbiotic weapon. And so the Reaver met its former self, still imprisoned in this corporeal shell. I watched, mesmerized, as the Wraith blade uncoiled itself and snaked down the length of the physical blade. Embracing its twin, its mirror self, the Reaver's long-dormant spirit was now fully aroused. And for the first time, I felt the true presence of this other entity, willful, ravenous, and deranged from thousands of years of imprisonment. The Reaver was now in command, and I, now merely its helpless host, felt my soul being leached to restore the blade. But the Reaver knew better than to destroy its host, and just as I neared the brink of oblivion, the blade released its hold on me. As I recovered, I realized we were now bound together in a fragile alliance. The Reaver no longer merely my symbiotic weapon, but a sentient parasite competing for control. What have you done to me, Mobius? Is this your trap? How mine? Don't forget it was Kain who led you here, not I. While you curse me, the only soul in Nosgoth ready to guide and assist you, Kain laughs at our folly and revels in your dismay. These blades, now coiled in sinister embrace, have inspired terror in the hearts of creatures far more durable than you, old man. Bound together as they are, I can only imagine what they could do to your soul's fragile shell. Raziel, I beg you to stay your hand. This was none of my doing.
I have sought only to aid you in your righteous quest. Why, you're trembling, Mobius. Has your confidence abandoned you? You seem to have made a fatal error by leaving your precious staff behind. Is that where all your courage comes from? Listen to me, Raziel. You don't know what you're doing. I have taken an enormous risk by appearing here before you, so defenseless, yet eager to prove my good intentions. If there's anything left of the Seraphim in you, you won't do this. While you threaten me, your true enemy eludes you. Don't concern yourself with Kain, old man. He'll join you in hell soon enough. As you said, death comes for us all. Yes, the wheel of fate demands it. What did you say? The wheel of fate. The inexorable cycle of death and rebirth to which all men are compelled. We serve the same God, Raziel. To strike me down would be striking God's own attendant. And I don't believe even you would take that risk. I tire of your games, Mobius. Now that I know you fear me, I needn't concern myself with you. Kain is waiting for me. Go then, Raziel. Seek Kain out and destroy him in the name of the one God we both serve. You, who were once a Seraphim priest, murdered, profaned, destroyed, and reborn again from his mercy. You are now most powerfully equipped to be his agent, his instrument of restoration and retribution. My own vengeance is motivation enough. By my soul, you almost had me, my little blue assassin. But that'll be the one and only chance you get. I assure you of that. I could now summon the blade at will, regardless of my strength. But once summoned, the blade's ravenous appetite could not be contained. It devoured the souls of its victims, and if I allowed it to become over-aroused, the Reaver would now turn its hunger on me. ഓക്കെ, ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാസിയൽ ആ ചേംബറിലെത്തുകയും അത് കണ്ടോ, അത് വില്യം ദ ജസ്റ്റാണ്, യങ്, ഇത് കെയിൻ. അപ്പോൾ രണ്ടുപേരുടെ ബാറ്റിൽ രണ്ടുപേരുടെ സോഡ് കണ്ടോ ഒന്നാണ്. സോ ആ സമയത്ത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ വില്യം ദ ജസ്റ്റിൻ്റെ സോഡ് അവിടെ ഡിസ്ട്രോയ് ആയി അവിടെ കിടക്കുകയായിരുന്നു. സോ റാസിയൽ ഇപ്പം കടന്നു വന്ന് അത് ശരിയാക്കുകയാണ് ചെയ്തത്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ റാസിയലും കെയിനും കൂടെ ബാറ്റിലാവുമ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ കെയിൻ്റെ സോഡ് ഷാറ്ററായി റാസിയലിൻ്റെ ബോഡിയിലൂടെ ചേർന്ന് കൊണ്ട് ഈ സോൾ റീവർ ഇങ്ങനെയാവും. സോ ഇവിടെ വന്നപ്പോൾ ഈ സോൾ റിവർ ഓണാക്കുമ്പോൾ നമ്മുടെ പവർ ഡിവോർ ചെയ്യണമെന്ന് റാസിൽ പറഞ്ഞിട്ടുണ്ടായി. സോ നമ്മുടെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളത് ഓഫാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓഫാക്കുമ്പോൾ കുഴപ്പമില്ല. സോ ഇവിടെ റാസിയൽ ആ സോഡ് ചേർത്ത്, അതായത് അത് പിടിച്ച് ചേർക്കുമ്പോൾ റാസിയലിനെ തന്നെ അങ്ങോട്ട് കൊടുക്കുന്ന രീതിയിൽ വന്നായിരുന്നു. റാസിയലിനെ കംപ്ലീറ്റ് ആയിട്ട് എനർജി അവിടെ ഡിവോർ ചെയ്യുന്ന രീതിയിൽ വന്നായിരുന്നു. പക്ഷേ അത് ശരിയാക്കി കഴിഞ്ഞതിന് ശേഷം റാസിയലിന് അത് ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നായിരുന്നു. സോ പക്ഷേ റാസിയൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മോബിയസ് അവിടെ വരികയും മോബിയസുമായിട്ട് വാക്കിലേർപ്പെടുകയും നമ്മുടെ വില്ലിനനുസരിച്ചാണ് ഡെത്തും ബെർത്തും എന്നത് അങ്ങനെ മോബീസ് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ മോബിയസ് അവിടെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ റാസിയൽ മനസ്സിലായി, കാരണം മോബിയസ് തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാക്സിമം നോക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും റാസിയൽ മോബിയസിനെ അവിടെ അങ്ങ് വെറുതെ വിട്ടുകൊണ്ട് കെയിനെ കൊല്ലുകയാണ് തൻ്റെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ആക്ച്വലി. അപ്പോൾ മോബിയസ് അവിടെ ആക്ച്വലി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവസാനം മോബിയസ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ബ്ലൂ ലിറ്റിൽ അസാസിൻ എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും നമുക്കിനി സ്റ്റോറി തുടങ്ങും. ഇപ്പോൾ നമുക്ക് So this was the legendary Janos Ordren, reputed to have been the most ancient and diabolical vampire to have ever existed. According to folklore,
He lived high in the cliffs of Nosgoth's northern mountains and preyed mercilessly on the defenseless villages below. His reign of terror ended when the Sarafan finally hunted him down and tore his throbbing heart from his still-living body. This relic came to be known as the Heart of Darkness and was supposedly imbued with the power to restore vampiric unlife. The Sarafan therefore guarded it carefully, lest the heart fall into the hands of their enemies. But I wondered, could Janos Ordrin truly have been as monstrous as depicted here? Or was this merely artistic license by the Sarafan, who sought to lionize themselves by demonizing their darkest enemy? ഓക്കെ, സോ ഇവിടെ യാനോസ് എന്ന് പറഞ്ഞാൽ ഈ വാമ്പയർ, ഇതാണ് ഹൈ ഓർഡർ വാമ്പയർ എന്ന് പറഞ്ഞാൽ. അപ്പം ഇവൻ്റെ ഹാർട്ട് ഈ സെറഫാൻ പ്രീസ്റ്റ് എടുക്കുകയാണ്. പക്ഷേ ഈ ഹാർട്ട് വെച്ചുകൊണ്ട് ബാക്കി ഉള്ളതിനെ ബാക്കിയുള്ള വാമ്പയർസിനെ റൈസ് ചെയ്യാൻ പറ്റുമെന്ന രീതിയിലാണ് പറയണത്. അപ്പോൾ ഇവർ അതിനനുസരിച്ച് കെയർ ചെയ്യുകയാണ് അതിനെ, വേറെ അവരുടെ വാമ്പയർസിൻ്റെ കയ്യിൽ എത്തപ്പെടാതെ. കാരണം ഇവൻ്റെ റെയിൻ എന്ന് പറയണത് ഇവൻ താമസിക്കുന്ന താഴെയുള്ള വില്ലേജിൽ അത്രയും ഇവൻ പ്രേ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണ് സെറഫാൻസ് വരുന്നത് അവിടെ. അപ്പോൾ അവനെ കൊല്ലുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഇതിൽ വെച്ചിരിക്കുന്നത് സെറഫാൻ്റെ സ്ട്രോങ് ഹോൾഡിൽ. ഓക്കെ, ഇനി വേറെ വല്ലതും ഉണ്ടോ? ഇതൊന്നുമില്ല. ഓക്കെ, സോ എന്തായാലും ഗേറ്റ് നമുക്കവിടെ തുറക്കാൻ വഴിയില്ല എന്തായാലും. സോ അപ്പോൾ ഇതായിരിക്കും എന്തായാലും വഴി. നോക്കാം. ഒന്നും ചെയ്യാൻ പറ്റൂല. സോ ശക്തി പോയി. അപ്പോൾ ഇവിടെ നമുക്ക് സോൾ ഡിവോർ ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം അത് സോൾ റിവർ എടുക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ശക്തി പോയ പോക്ക് കണ്ടല്ലോ, ഭയങ്കരമായിട്ടാണ് ശക്തി കുറഞ്ഞത്. സോ നമ്മൾ നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പണി കിട്ടണമെന്ന് പറഞ്ഞാൽ ഗെയിം ഓവർ ആവാം. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് കടുപ്പായ കണക്കാണ് തോന്നുന്നത്. Strange how my history came full circle. This chapel, I realized, was a memorial to my former Sarafan brethren and myself. All of us martyred here, and then so cruelly profaned by Kain when he imposed his gift on our noble corpses. For the first time, I beheld the image of my Sarafan self, memorialized here among my റാസിലിനെ തന്നെ കാണുന്നതാണ്. It tortured me to see how noble and human Raziel, vampire Raziel, what a vile phantasm I had become, and a profound sense of injury, of loss and betrayal welled up in me, so overwhelming I could barely contain it. All I wanted at this moment was to find Kain and destroy him. ഓക്കെ, ശക്തി റീസ്റ്റോറായി. സോ ഇവിടെ ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സറഫാൻ ബ്രദറിൻസാണ് റാസിയിലൂടെ കണ്ടത്. അതായത് ഒരാൾ മെൽച്ചിയ, അടുത്തൊരാളാണ് റഹാബ്, മൂന്നാമത്തത് ട്യൂറൽ, നാലാമത്തത് സെഫോൺ, അടുത്ത അഞ്ചാമത്തത് ഡുമ, ആറാമത്തത് വേറെ ആരുമല്ല റാസിയൽ തന്നെയാണ്. റാസിയലിൻ്റെ ഹ്യൂമൻ ഫോമിലുള്ള പ്രതിമയാണ് ഇവിടെ കണ്ടത്. സോ റാസിയൽ എന്ന് എഴുതിയിട്ടുണ്ട്. ആ റാസിയലാണ് ഈ വാമ്പയർ റാസിയൽ. ഓക്കെ, സോ നമുക്കിനി മുകളിലോട്ട് പോകണം.
കാരണം മുകളിലത്തെ ഒരു വാതിലാണ് തുറന്നത്. അവിടെ ആരെങ്കിലും കാണും. ആരുമില്ല. ഭാഗ്യം. പിന്നെ പേടിച്ച് ഓടിക്കളഞ്ഞു. വേറെ വല്ല വാതിലുണ്ടോ? ഇല്ല. അപ്പം അതന്നെ വാതിൽ. ഓക്കെ, നല്ല ആർക്കിടെക്റ്റൊക്കെയാണ്. നല്ല രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്, ഗെയിം ഡിസൈൻ ചെയ്തേക്കണത്. അതും 2001 ഇത് നല്ല രീതിയിൽ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ച കാര്യമല്ല. സോ നേരത്തെ പറഞ്ഞേക്കുന്ന ഒരു 20 വർഷം പഴക്കമുള്ളൊരു ഗെയിമാണിത്. സോ ഡോറ് തുറന്നു. ആഹാ, എന്ത് മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പാണ്. And for the first time beheld Nosgoth in its former glory. The land overflowed with abundant life and vitality. And I knew with certainty then that the world I had left behind was nothing more than the corpse of Nosgoth, a lifeless husk bled dry by the corruption of Kain's parasitic empire. This was the fragile world Kain sacrificed to preserve his own petty life and ambition, heedless of the profound cost. The sight only deepened my resolve. I sensed that the pillars lay to the northwest. If Kain truly waited to confront me there, I would not disappoint him. Okay, ഇവിടെ കെയിൻ്റെ സാക്രിഫൈസിനെ കുറിച്ചാണ് പറയുന്നത്. കെയിൻ സാക്രിഫൈസ് ചെയ്തതിനെ കുറിച്ചല്ല, സാക്രിഫൈസ് ചെയ്യാതെ ഈ വേർഡിന് വേണ്ടി എന്തുകൊണ്ട് സാക്രിഫൈസ് ചെയ്തില്ലെന്നുള്ള രീതിയിലാണ് റാസിയിൽ സംസാരിച്ചത്. ഓക്കെ, സ്പേസ് റാപ്പിഡ്ലി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. മീനുകളൊക്കെ പോകണം. എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ഇതെങ്ങനെയാ? ഇതെങ്ങനെയാ മുകളിലോട്ട് പോവുക? എഫ് അല്ല, എക്സ്, സി, ആൾട്ട്, ഷിഫ്റ്റ്, സ്പേസ്. അപ്പം ഇതല്ല വഴി, ഇങ്ങനെ പോകില്ല ആള്. ഓക്കെ, വേറെ വല്ല വഴി ഉണ്ടോന്ന് നോക്കട്ടെ. എന്താണെന്ന് അറിയാൻ വയ്യ. ഹോൾഡ് ക്രഞ്ച് ആൻഡ് പ്ലസ് ജംപ് ടു ജംപ് ഔട്ട് ഓഫ് വാട്ടർ. കൺട്രോൾ പ്ലസ് സ്പേസ് ആണ്, അത് സി പ്ലസ് സ്പേസ് ആണ്. ഇത് ക്രൗച്ച് ഏതാണ്? ഞാൻ മറന്നു. ഇസഡ് ആണ്. ആ യെസ്, ഇസഡ്. ഓക്കെ, അങ്ങനെയാണ് സംഭവം. As I passed this arcane landmark, a wisp of the Reaver's energy was drawn into the ring, illuminating it. This created a beacon of sorts in the spirit world. If ever I found myself depleted in the spectral realm and my soul tossed on the ethereal winds, these beacons would draw me back to safety and restore me. Okay, checkpoint. Action to operate. Okay.
അടച്ചു കൊടുത്തു. എന്തൊരു മണ്ടനാണ്. അവിടെ എന്തോ സംഭവം ഉണ്ട് ആക്ച്വലി. തിരിച്ച് കോട്ടയിൽ കയറാനായിരിക്കും. ഓ ഐസി നോക്കട്ടെ നടക്കേ എന്താ നോക്കട്ടെ. ഞാൻ വിചാരിക്കുന്നത് തന്നെയാണെന്ന് നോക്കട്ടെ. ഓക്കെ, നമ്മൾ എന്തായാലും അതെടുത്തു. സോ ഞാൻ ചാടി, ഞാൻ വെള്ളത്തിലോട്ട് ചാടി. താന്ന് പോ. ഇവിടെ എന്താ സംഭവം? ഉടച്ചല്ല. ഓക്കെ, സോ ക്രൗച്ച് പ്ലസ് സ്പേസ്. These ancient obelisks were mysteriously attuned to my spiritual essence. By simply touching the symbol, I could safely preserve an imprint of my soul, and thus create a milestone to which I could return when weary, and from which I could resume my journey. ഓക്കെ, സംഭവം പറയണത് ഉദ്ദേശിച്ച് ഇതാണ് സേവ് പോയിന്റ് എന്നാണ്. വാള് കിടക്കട്ടെ, എപ്പോഴാണ് ഉപയോഗമാണെന്നറിയില്ല. ഓ സേവ് സദേൺ ലേക്ക് 42 മിനിറ്റ്. പണ്ടത്തെ ഗെയിമിലെ ഗുണം ഇതാണ്. ഇപ്പോഴത്തെ ഗെയിമിൽ അത്രയും ചെക്ക് പോയിന്റാണ് കാണുന്നേക്കണം. റെസിഡന്റ് ഈവിൾ 4 ഒക്കെ എടുത്താലും ഇതേ കണക്ക് തന്നെ ക്രഞ്ച് ജമ്പ്. While I had only just escaped the stronghold, I sensed that in time my journey would return me full circle to this place. Infiltrating the fortress, however, would be no small feat. The balcony that had provided my escape was now well beyond my reach, leaving this massive gateway as the only means of entry. The gates were sealed, but like the time-streaming chamber I had seen earlier, their operation was undoubtedly linked to that odd crystal mounted above the entrance. ഓക്കെ, ഇനി എനിക്ക് അങ്ങോട്ട് പോകുന്നെങ്കിൽ മറ്റേ പഴയ വഴി കൂടെ പോകാൻ കഴിയില്ല, ഇതിൽ കൂടെ പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ക്രിസ്റ്റൽ തെളിയിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയോ ലിങ്കുള്ള കണക്ക് തോന്നുന്നു. അപ്പം ഇതാണ് വഴി. അപ്പം അവിടെ എന്താ സംഭവം ആക്ച്വലി നോക്കണമല്ലോ. വരുന്ന വെറുതെ ആവെ എന്തോ. അയ്യാ ബെസ്റ്റ്. ഓക്കെ, അങ്ങനെ എൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കണടാ. ഓ ഈ സാധനത്തിൽ എന്തോ എടുത്ത് കൊണ്ടുപോകാൻ കണ്ടോ. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഞാൻ എന്തായാലും സ്പെക്ട്രം മേളിലോട്ട് പോവുകയാണ്. അതിൻ്റെ ശക്തി കൂടെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓ ഇവിടെ ജീവികളുണ്ട്. വയറ് വേത്ത് മതി.
അപ്പോൾ ഞാൻ എന്തായാലും ഒന്നും കൂടെ സേവ് ചെയ്യാം. ഞാൻ എന്തായാലും സാധനത്തിലേക്ക് കണ്ടിന്യൂ. ഓക്കെ, ഒന്നും കൂടെ സേവ് ചെയ്തേക്കാണ്. സോ എന്തായാലും ഇതുവരെ നമ്മൾ കളിച്ചു. ഇനി അടുത്ത പാർട്ട് നമുക്ക് ഇവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്. സോ അൻറ്റിൽ ദെൻ ബൈ ഗൈസ്.